തിരക്കൊഴിഞ്ഞ് സന്നിധാനം ഇന്നലെ മല ചവിട്ടിയത് 62,000-ഓളം പേർ മാത്രമാണ്. സ്പോട്ട് ബുക്കിംഗ് സംവിധാനം നിർത്തലാക്കിയതോടെ ഈ പ്രതിഷേധം ശക്തമാവുകയാണ്. അരവണ പ്രതിസന്ധിയും മറ്റുമില്ലാതെ തുടരുകയാണ്. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് ആനന്ദ് പുത്തൂർ ചേരുന്നു. ആനന്ദ്, ഈ എത്തുന്ന തീർത്ഥാടകരെ ഒന്നും മടക്കിയെത്തില്ലെന്നാണ് ഇന്നലെ ദേവസ്വം പ്രസിഡന്റൊക്കെ മാധ്യമങ്ങളോട് പറഞ്ഞത്. പിന്നെ സ്പോട്ട് ബുക്കിംഗ് ഇല്ല എന്ന് പറയുമ്പോഴും കെട്ടുനിറച്ച് എത്തുന്ന തീർത്ഥാടകരെ മടക്കി അയക്കുക എന്നത് ശബരിമലയെ സംബന്ധിച്ച് ഒട്ടും പ്രായോഗികമല്ല. എന്നാൽ സ്പോട്ട് ബുക്കിംഗ് ഇല്ല എന്ന സന്ദേശം തിരക്ക് കുറയുന്നതിന് വലിയ കാരണമായിട്ടുണ്ടല്ലേ? തീർച്ചയായും ഉമേഷ്, അങ്ങനെ തന്നെ വേണ്ടിവരും നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ. കാരണം ഈ മകരവിളക്കിന് വേണ്ടി നട തുറന്ന ദിവസങ്ങളിൽ ഏറ്റവും കുറവ് എണ്ണം തന്നെയാണ്, തീർത്ഥാടക എണ്ണം തന്നെയാണ് ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. അതായത് ഏകദേശം 62,000 ആളുകൾ മാത്രമാണ് കഴിഞ്ഞ ദിവസം സന്നിധാനത്തേക്ക് മല ചവിട്ടിയത്. മകരവിളക്ക് തുടങ്ങിയ ദിവസം മുതൽ ഏകദേശം 10-ാം തീയതി വരെ ശരാശരി 1,00,000-ഓളം ആളുകൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന സമയം തന്നെയാണ് 10-ാം തീയതി വരെ ഉണ്ടായിരുന്നത്. തുടർന്നാണ് 10-ാം തീയതി സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തിയത്. ഇത് വലിയ പ്രതിഷേധത്തിന് തന്നെ കാരണമായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ, അതായത് ഇന്നലെയും അതിനു മുമ്പുള്ള ദിവസങ്ങളുമായി ഏകദേശം 66,000, 62,000 എന്നീ നിലയിലാണ് ശബരിമലയിലേക്ക് എത്തിച്ചേരുന്ന ഭക്തരുടെ എണ്ണം കണക്കാക്കി വരുന്നത്. ഇത്രയും തിരക്ക് കുറഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യവും സംശയം തന്നെയാണ്. സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കാനുള്ള ഒരു തീരുമാനം ദേവസ്വം ബോർഡ് കൈക്കൊണ്ടിരുന്നു. 10-ാം തീയതിക്ക് ശേഷം സ്പോട്ട് ബുക്കിംഗ് സംവിധാനം നിലവിലില്ല, അല്ലെങ്കിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ള ഒരു അറിയിപ്പ് ഉണ്ടായിരുന്നു. ഇത് ഭക്തജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് തന്നെ ഇടയാക്കിയിരുന്നു. കാരണം ആളുകൾക്ക് എത്തിച്ചേരാനുള്ള സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ അവർക്ക് ഒന്ന് സ്പോട്ട് ബുക്കിംഗ് വഴി ഔദ്യോഗികമായിട്ട് തന്നെ വരാനുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള കടന്നുകയറ്റമല്ലേ എന്നുള്ള ഒരു സംശയം ആളുകൾ ഉന്നയിച്ചിരുന്നു. എന്തായാലും മകരവിളക്കിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. അവിടെയാണ് ചോദിച്ചത്, ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്നലെ സന്നിധാനത്ത് വെച്ച് പറഞ്ഞത് എത്തുന്ന ആരെയും മടക്കിയെത്തില്ല എന്നാണ്. അപ്പോൾ ഈ സ്പോട്ട് ബുക്കിംഗ് ഇല്ല എന്ന് പറയുമ്പോഴും കെട്ടുനിറച്ചെത്തുന്ന ആളുകളെ മടക്കിയെത്തില്ല എന്നൊരു സന്ദേശം കൂടി അതിലുണ്ടല്ലോ അല്ലേ? തീർച്ചയായും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവർത്തിക്കുന്നത് ശബരിമലയിലേക്ക് മാലയിട്ട് വരുന്ന ഒരു ഭക്തനെ പോലും തിരിച്ചയക്കില്ല എന്നുള്ള ഒരു ഉറപ്പും ദേവസ്വം ആവർത്തിച്ച് പറയുന്നുണ്ട്. സ്പോട്ട് ബുക്കിംഗ് സംവിധാനം ഇല്ലെങ്കിലും ആർക്ക് വേണമെങ്കിലും ശബരിമലയിലേക്ക് വരാം, വരുന്ന ഒരാളെ പോലും മടക്കി അയക്കില്ല എന്ന് ആവർത്തിക്കുന്നുണ്ട്. എന്തായാലും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അരവണ പ്രതിസന്ധി തന്നെയാണ്. അത് ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുക തന്നെയാണ്. കാരണം 5 ടിൻ അരവണ വീതം മാത്രമാണ് ഒരു ഭക്തന് ഇവിടെ ഇപ്പോൾ ലഭ്യമാകുന്നത്. ഈ അരവണ കൗണ്ടർ ഒരുപക്ഷെ സന്നിധാനത്തിനോടൊപ്പം തന്നെ അരവണ കൗണ്ടറിനടക്കമുണ്ട് എന്നുള്ള ഒരു സംശയം നമുക്ക് ബാക്കിയാവുന്നത്. കാരണം മണിക്കൂറോളം ആളുകൾക്ക് പ്രസാദ കൗണ്ടറിൽ ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദിവസങ്ങൾക്ക് മുമ്പ് ഈ അരവണ വിതരണത്തിലെ നിയന്ത്രണങ്ങൾ പൂർണ്ണമായി എടുത്തു മാറ്റുമെന്നുള്ള ഒരു ഉറപ്പ് മാധ്യമങ്ങൾക്ക് നൽകിയിരുന്നു. പക്ഷേ ഇപ്പോഴും ആ ഒരു പ്രതിസന്ധി തുടരുന്ന സാഹചര്യം തന്നെയുള്ളത്. ഈ അരവണ ടിൻ കരാർ കമ്പനിയുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളാണ് ഇത്തരത്തിൽ ഈ അരവണ പ്രതിസന്ധി ഉണ്ടായത് എന്നാണ് അറിയിക്കുന്നത്. കൂടി പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി ദേവസ്വം ബോർഡിന് ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇന്നലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ യോഗം ശബരിമലയിൽ ചേർന്നിരുന്നു. മകരവിളക്കിന്റെ തിരക്ക് ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട യോഗമാണ്. നിലവിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ 250 പോലീസ് ഉദ്യോഗസ്ഥരെ അധികം നിയമിക്കും എന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം. എന്തായാലും ഇന്ന് അയ്യന്റെ തിരുവാഭരണ ഘോഷയാത്ര ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ആരംഭിക്കും. ഇന്ന് രാവിലെ 7 മണി മുതൽ തന്നെ പന്തളം കൊട്ടാരത്തിൽ തിരുവാഭരണത്തിന്റെ പെട്ടി തീർത്ഥാടകർക്ക് ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുളനട ക്ഷേത്രത്തിൽ വെച്ച് തന്നെയാണ് ഈ തിരുവാഭരണ പെട്ടി തുറന്നുള്ള ദർശനം ഉണ്ടാവുക. വലിയ കോയിക്കൽ ക്ഷേത്രത്തിലെയും പന്തളം കൊട്ടാരത്തിലെയും ആചാരപരമായ ചടങ്ങുകൾ ഉണ്ടാവില്ല. അവിടുത്തെ ഒരു രാജകുടുംബാംഗം മരിച്ചതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ. സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസും ദേവസ്വം ബോർഡും ഒക്കെ നടപ്പിലാക്കിയ പുതിയ മാർഗം, അത് സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ പ്രവേശിപ്പിക്കാതെ തിരക്ക് നിയന്ത്രിക്കുക എന്ന അപൂർവങ്ങളിൽ അപൂർവമായ കൗതുകം തോന്നുന്ന അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന തീരുമാനമാണ്. സന്നിധാനമൊക്കെ മകരവിളക്കിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇങ്ങനെ ശൂന്യമായി കിടക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഇതിനു മുൻപ് കാണാൻ സാധിച്ചിരുന്നില്ല. തീർത്ഥാടകർ ആരും അവിടേക്ക് എത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ തങ്ങൾ നിയന്ത്രിച്ചോളാം എന്ന് പറയുന്ന ദേവസ്വം ബോർഡിനെയും പോലീസിനെയും ഒക്കെ നിലപാട് അതൊട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറഞ്ഞ പോലെ കെട്ടുനിർത്തുന്ന ആരെയും മടക്കി അയക്കില്ല എന്ന വാക്കുകളൊക്കെ അല്പം പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും അവരോടൊക്കെ പോലീസ് എങ്ങനെ പെരുമാറും? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സന്നിധാനത്ത് മാധ്യമങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടങ്ങ് പോയാൽ മതി. കെട്ടുനിറച്ചെത്തുന്ന തീർത്ഥാടകരോട് പോലീസ് പെരുമാറുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. എന്തായാലും ഒരിക്കൽ കൂടി ആശങ്ക പങ്കുവെക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ മകരവിളക്കിന് 2-3 ദിവസങ്ങൾക്ക് മുൻപൊക്കെ സന്നിധാനം തീർത്ഥാടകരെ കൊണ്ട് നിറയുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോൾ വലിയ നടപ്പന്തലിലും ഒപ്പം ലോവർ തിരുമുറ്റും ഒക്കെ തീർത്ഥാടകരുടെ ശൂന്യമായ ഇടമായി മാറുന്നു. അത് ഒട്ടും ആശ്വാസജനകമല്ല. തീർത്ഥാടകർക്ക് വരാതിരിക്കുന്ന സാഹചര്യം ഒരുക്കാനല്ല ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെ ഉള്ളത് എന്ന് ഒരിക്കൽ കൂടി പറയേണ്ടിയിരിക്കുന്നു. ആനന്ദ് പുത്തൂരാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.